വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ഫിലാസിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അതെ നൈനുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അവൾ അകത്തുണ്ട്, അവൾ ടി വി കാണാൻ നമ്മൾ ചെറുതായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പം നാളെ ആണ് നമ്മൾ മെയിൻ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇന്ന് ചെറിയൊരു ഗിഫ്റ്റ് നമ്മളിങ്ങനെ പേപ്പറിലൊക്കെ ഉണ്ടാക്കിയിട്ടൊരു ഗിഫ്റ്റ്. അത് നമ്മളങ്ങനെ പെട്ടെന്ന് കൊടുക്കുന്നില്ല, ഇത്തിരി താമസിച്ചൊക്കെ കൊടുക്കുന്നത്. അപ്പം റെഡിയല്ലേ? അപ്പം നമ്മളൊരു ക്ലൂ ഒക്കെ വെച്ചാണ്, ഓരോ ക്ലൂ ഇങ്ങനെ ഓരോരുത്തർക്ക് ഒളിപ്പിച്ച് ആണ് വെക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും അതിലേക്ക് പോകാം. അതെ അതെ അതെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവളെ നമ്മൾ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. അതിങ്ങാടി നിനക്ക് ചെറുതായിട്ടൊരു ഗിഫ്റ്റ് തരാൻ പോവാണ്. അത് പെട്ടെന്നൊന്നും തരില്ല, ഇത് മെയിൻ ഗിഫ്റ്റാണ്. ഇതൊരു ചുമ്മാ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയിട്ടൊരു ഗിഫ്റ്റാണ്. മെയിൻ ഗിഫ്റ്റ് നാളെ ഞങ്ങൾ തരും. ഓക്കെ, ഇപ്പോൾ ഒരു ചുമ്മാ ഒരു ഗിഫ്റ്റ്. ഇപ്പം ഞാൻ നിനക്കൊരു ക്ലൂ തരും. ഈ ഒരു സ്ഥലം നീ കണ്ടുപിടിച്ച് എവിടെയാണോ അവിടെ പോയി അടുത്ത ക്ലൂ എടുക്കണം. അത് ഞാൻ വായിച്ചു തരാം. ഈ ക്ലൂ ഞാൻ എനിക്ക് കൊടുക്കുവാണേ. കറക്റ്റ് അരി ഇരിക്കുന്ന സ്ഥലം കാണിച്ചു. ആള് പെട്ടെന്ന് കണ്ടുപിടിച്ചു. പിടിക്കാമോ? അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുട്ടിയുടെ അടുത്ത് വാ നോക്കിക്കോ. ഓടി അങ്ങോട്ടൊന്നും അവിടെ പട്ടിയില്ലല്ലോ. പട്ടിയല്ല അടുത്ത്. അതൊന്നും എവിടെയാണെന്നൊന്നും പറയത്തില്ല. ചിലപ്പോ ജീവനുള്ളതല്ലായിരിക്കാം, പിക്ചർ ആയിരിക്കാം. റൂമിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു പട്ടിയുടെ പിക്ചർ ഉണ്ടോ? നോക്കിക്കേ. എങ്ങോട്ട് വന്നിക്കളിക്ക് ഞങ്ങൾ വെറുതെ പട്ടിക്കുട്ടിയുടെ ചിത്രം നോക്കിക്കേ. സ്വിച്ച് പോ അല്ല ലൈറ്റ് ഇട്ടേടി, കാണത്തില്ല. കണ്ടോ? എടുക്ക, അത് കൊടുക്കടി അവൾക്ക്. വായിച്ചു കൊടുത്ത ശീതളെ, ശീതളേച്ചി വായിച്ചു. ഫ്ലവർ ഇങ്ങോട്ട് കാണിച്ചേ. കാണത്തില്ല. ഓക്കെ, ഇനി പോയി എവിടാന്ന് വെച്ചാൽ തപ്പിക്കാം. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഇടയ്ക്കാണ് വെച്ചിട്ടുള്ളത്. അത് അവൾ വെളിയിലോട്ട് പോയിട്ടുണ്ട് തപ്പാൻ വേണ്ടിയിട്ട്. ചിലപ്പം എങ്ങനത്തെ വേണേലും ആയിരിക്കും, ഒറിജിനൽ ആയിരിക്കത്തില്ല. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, പറയില്ല. ഞാൻ എവിടെയാണ് നോക്കിയത്? ചിലപ്പോ പ്ലാസ്റ്റിക് ചെടി ആയിരിക്കാവേ. ഞാൻ ഇപ്പോഴേ പറയുകയാണ്. ക്ലൂ തന്നില്ലെന്ന് വേണ്ട. പ്ലാസ്റ്റിക് പൂവല്ലടാ, നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് ഫ്ലവർ വേസ് ഒക്കെ വീട്ടിൻ്റെ അകത്തും ഒക്കെ വെക്കത്തില്ലേ? വീടിൻ്റെ അകത്തൊക്കെ വെക്കത്തില്ലേ? ഇനി അത് നോക്കിയേ പോയി. വീടിൻ്റെ അകത്ത് പോയി നോക്ക.
നോക്കിക്കേ, എവിടാണ് പൂ ഉള്ളത്? ഇങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് ഇതിന്റെ പുറകെ വരാൻ പറ്റൂല കേട്ടോ. ഇങ്ങോട്ട് ആ പൂ നമ്മളെ കണ്ടില്ല. എടി ഈ ഒറ്റ ഉള്ള ഇവിടെ ഫുള്ള് തപ്പ് പോയി. എവിടൊക്കെയാ പ്ലാസ്റ്റിക് പൂ ഉള്ളതെന്ന്. എടി ഇവിടാണോ ഉള്ളത്? നീ ഇപ്പം ഞാൻ പറയുന്നില്ല. എടി ആ ലൈറ്റ് ഓഫ് ചെയ്തേ. നീ ഇപ്പം കാണാനിരുന്ന സ്ഥലത്ത് നോക്ക് പ്ലാസ്റ്റിക് പൂ ഉണ്ടോന്ന്. കിട്ടി. എത്രാമത്തെ അടിയത്? 4. വായിച്ചേ. പിക്നിക്. വായോ പിക്നിക്. നമ്മള് സാധാ കളിക്കാൻ നേരമൊക്കെ പിക്നിക്ക് നടത്തൂലേ? അതെവിടാ നമ്മൾ നടത്താറ്? അങ്ങോട്ട് പൊക്കോ. അത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ വെച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ പറഞ്ഞു തരത്തില്ല. ഉണ്ണി വടിയൊക്കെ എടുത്ത് പോവാ. അങ്ങോട്ട് പോടാ. അങ്ങോട്ട് പോ. എവിടാ പിക്നിക്ക് നമ്മൾ നടത്താറുള്ളത്? നമ്മൾ സാധാ പിക്നിക്കൊക്കെ നടത്താറുണ്ടല്ലോ, അത് ഈ ഒരു പ്രദേശത്താണ്. അത് ഞങ്ങൾ പറഞ്ഞു തന്നു. അതാണോ കുഴപ്പമൊന്നുമില്ല. അല്ല അവർക്ക് ഇത് പിടിച്ചോടി. എങ്ങോട്ടായി പോന്നേ? അവൾക്കറിയാം. ഇന്ന് ഞങ്ങൾ 3 പേരും മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ചിലപ്പം നല്ല പുല്ല് പ്രദേശത്തായിരിക്കും, ചിലപ്പോൾ നല്ല കരിയല പ്രദേശത്തായിരിക്കും. എടി 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 ഈ ഒരു ഭാഗത്തേ ഉള്ളൂ, അങ്ങോട്ടൊന്നും വേണ്ട. കരിയല ചിലപ്പോൾ മൂടി ഇട്ടിട്ടുണ്ടായിരിക്കും. അടുത്ത ക്ലൂ. വായിക്കടി. ടിവിയിൽ ഞാൻ ഇരിപ്പുണ്ട്. ടിവിയിൽ ഞാൻ ഇരിപ്പുണ്ട്. ഇത് സർപ്രൈസ് എന്നറിയില്ല, ഒരു ഗിഫ്റ്റാണ്. എൻ്റെ ബർത്ത്ഡേ ആണെന്ന്, അതുകൊണ്ട് ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കാണ് എല്ലാവരും. അപ്പം ഏത് ഗിഫ്റ്റാണെന്നറിയില്ല, ഒന്നും അറിയില്ല. അത് നോക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഇഷ്ടോ ഞാൻ ഇരിപ്പുണ്ട്. അത് ഈ സോണിയമ്മയുടെ ഒരു പ്രദേശത്താണ്. ഞാൻ പറഞ്ഞു കൊടുത്തു ചെറുതായിട്ട്. ഓടി പോവാ. ലൈറ്റ് ഇട്ടേ. നോക്ക്. അല്ല ഗിഫ്റ്റ് പിന്നെ ഉള്ളു, ഞാൻ ഗിഫ്റ്റ് പറയാം. ടിവിയുടെ ഇവിടൊക്കെ ഉണ്ട്. ഇവിടെ ആ പൊക്കിയൊക്കെ നോക്കണം. അടുത്തു വെളിയിലോട്ട്. അപ്പം ഗൈസ് ഇതിനകത്ത് സ്പൂണെന്നും കണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, അതെനിക്കറിയില്ല. അപ്പം ഗൈസ് സ്പൂണെന്നാണ്. അപ്പം ഓടിക്കോ. സ്പൂണുകളുടെ കൂട്ടം നിറഞ്ഞ്. എവിടെ സാധാ സ്പൂണൊക്കെ ഇരിക്കാറ്? എവിടെ നീങ്ങോ? അപ്പൊ അവിടോട്ട് നോക്കിക്കോ. അല്ല അങ്ങോട്ട് കിച്ചണിൽ വഴി പോകത്തില്ല. അപ്പൊ നമ്മള് കിച്ചണിലേക്ക് പോകുകയാണ്. എടി അവിടെ തുറന്നിട്ടോ അടി. നോക്കിക്കോ.
അങ്ങോട്ടോ സ്റ്റാർട്ട്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന തുണി വിരിക്കുന്ന സ്ഥലം. അപ്പൊ 6 ഗൈസ്. ഇപ്പൊ ഇനി 7-മത്തെയാണ്. നോക്കിക്കോ, 2 സ്ഥലമുണ്ട് തുണി വിരിക്കുന്നത്. ആദ്യം നമ്മള് എവിടാ വിരിക്കുന്നത് വെച്ചാൽ അവിടെ നോക്കി. എതൊക്കെ വാ ഓടാതെ. പിന്നെ ഞങ്ങൾക്ക് ഈ മലയൊന്നും കയറാൻ വയ്യ. ഇത് നിനക്ക് കിട്ടാൻ ഇച്ചിരി പാടാ. അവിടെ ഉണ്ടോ നോക്കി ശരിയല്ലേ? തപ്പിക്കോ, ഉണ്ണേന്നാണെങ്കിൽ തപ്പിക്കോ. പക്ഷെ പറഞ്ഞു കൊടുക്കല്ലേ ചേച്ചിക്ക എവിടാണ്. കിട്ടാൻ ഇച്ചിരി പാടാണെന്നാണ് ചേച്ചിയൊക്കെ പറഞ്ഞു തരുന്നത്. ഇച്ചിരി പാടാണ്, അധികം പാടാണ്. ഇപ്പൊ കാഴ്ച ഇവിടെ ഭയങ്കര വെയിലും കൂടെ ആയതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോന്ന് അറിയില്ല. കുഴി ഇതിന് ഞങ്ങൾ ഇടുവോ? ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ താഴെ കാണും. താഴെ നമ്മൾ തുണി പിരിക്കുന്ന സ്ഥലമല്ലേ. ആ കോയിനൊക്കെ അവിടെ കിടക്കാം. വേണ്ട, ഞാൻ പിടിച്ചോ. അത് ഇത് വീഡിയോ ഞങ്ങളും കൂടെ വരട്ടെ വന്ന്. ഈശ്വര, ഞാൻ ഇതിന്റെ പുറകെ ഇങ്ങനെ ഓടുക. എടി തുണി പിടിക്കുന്നത് ഇവിടാണോ? നമ്മൾ അകത്താണ്, മേലിലാണ് വെച്ചിരിക്കുന്നത്. ടെറസിന്റെ മണ്ടയ്ക്ക്. വേണമെങ്കിൽ ടെറസിന്റെ മണ്ടയ്ക്കാന്ന് കാണും. അല്ല, ഇപ്പൊ ഇവിടെ തന്നെ കാണുമായിരിക്കാം. അല്ല, അവിടെ കാണാം. ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് എവിടാ? അത് അറിയത്തില്ല. നീ തപ്പ്. ഞങ്ങൾക്കറിയില്ല. അപ്പൊ ഇവള് ഗൈസ് പറഞ്ഞിരിക്കുന്ന മുകളിൽ തന്നെ കാണും. ഇപ്പൊ നമ്മൾ വീണ്ടും മുകളിലോട്ട് കയറാനുള്ള പുറപ്പാടിലാണ്. കാലും മരക്കുന്നു ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഉണ്ണിയാണ് ഒരു കമ്പും പിടിച്ചോണ്ട് പോകുന്നുണ്ട്. കാണാമല്ലോ നിങ്ങൾക്ക്. ഉണ്ണി ഇവിടെ ചിരിച്ചേ. ഉണ്ണി അടിക്കാനാന്ന് തോന്നുന്നു. അതിനുണ്ണെ കിട്ടിയില്ലെങ്കിൽ ഇതിങ്ങനെ അങ്ങ് കയറി പോകും. നമ്മളിങ്ങനെ പോകുന്നത്. ഇവിടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇല ഇരിക്കുന്നതുകൊണ്ട് അവിടെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇപ്പം അവളെ ശീതളം മയക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. കുളു വെള്ളം എന്നൊക്കെ പറയാം. വെള്ളം ശേഖരിച്ച് വെക്കുന്ന സ്ഥലമില്ലേ? ഇവിടെ ഒറ്റൊരു സ്ഥലമേ ഉള്ളത്. വെള്ളം ഒരു ഇങ്ങനെ പറയുന്നതിന് മുമ്പേ അവള് മാറ്റി. അപ്പം നമുക്ക് നോക്കാം. ഇത് 8-മത്തെയാണ്. അപ്പം ഇത് വാട്ടർ, വെള്ളമുള്ള സ്ഥലം. ഇവിടെ അല്ല, എന്തായാലും വെള്ളമുള്ള സ്ഥലത്ത്. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഉണ്ണി അവനെ വിളിച്ചടി. അവനെ വിളി. പോകോ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇവിടെ തപ്പാൻ തുടങ്ങി. ഇവിടെ ഒരു വാട്ടർ ആണ്. ഇത് നമ്മുടെ പറയാൻ വരുന്നത് പേരമ്മയുടെ വീടാണ്. അപ്പം അവിടെയാണ് ഇന്ന് നമ്മൾ എന്താഘോഷിക്കുന്നത്? ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. പറയടി. അതെ. അപ്പം ഇവിടെ നോക്കും അതില് കല്ലെല്ലാം മാറ്റി. അപ്പം ഇവിടെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളതാണ്. വേറെ എന്നാക്കെയാ ഉള്ളേ?
നോ താഴോട്ട് വലിക്കണ്ട. അപ്പൊ ഗൈസ് ഇവള് കിണറ്റിൽ നിന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് നോക്കാം. കിണറ്റിലൊന്നും ചാടി ഇപ്പൊ താഴെ വീണ്. കണ്ടു 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 കണ്ടു. അപ്പൊ ഇത് നോക്കാം. ഇത് 9ാമത്തെയാണ്. അപ്പൊ 10ാമത്തെ കൂടെ കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും. അപ്പൊ ഇതിനകത്ത് ലച്ചുവിന്റെ വീട്. അപ്പൊ ലച്ചുവിന്റെ വീട് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു കൊച്ചിന്റെ വീടാണ്. അപ്പൊ പോകണ്ട, അതിന്റെ അടുത്താ. ലച്ചുവിന്റെ വീട് വരെയൊന്നും പോകണ്ട, അതിന്റെ അടുത്ത് വേണമെങ്കിൽ ശീതളേച്ചിയുടെ വീടെന്നും പറയാം. അല്ലേടി? അപ്പം ലച്ചുവിന്റെ വീടൊക്കെ നൈനുവിനറിയാം. നൈനു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഇതൊരു കുത്തുകയറ്റ. ക്ലൂ ഒന്നുമില്ല. അപ്പം ഇന്ന് വൈകിട്ട് ഇതൊരു പാർട്ട് 1 ആയിട്ടായിരിക്കും ഇന്ന് ഇടുക. ഒരു എത്രാം തീയതി അപ്പം നാളെ ആയിരിക്കും ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഇടുക. കേക്ക് മുറിക്കുന്നത് ഇതേ ഈ ഒരു വർഷം വരെ പോയാൽ മതി. കേക്കൊക്കെ മുറിക്കുന്നുണ്ട് നമ്മളെ. കണ്ടു 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 ഞാൻ കണ്ണന് കായാമ്പൂ. അതിങ്ങിതാ, മറ്റേതിങ്ങിതാ. ഇത് നമ്മളെ അവസാനത്തെ ക്ലൂ ആണ് ഗൈസ്. മരം. മരം തപ്പിക്കോളൂ. അപ്പൊ നമ്മുടെ വീട്ടിന്റെ ഇത് മാത്രമേ ഉള്ളൂ. മെയിൻ ഗിഫ്റ്റ് ആണ് ഞാനു. മെയിൻ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ല അല്ല മെയിൻ ഗിഫ്റ്റാ. ഗിഫ്റ്റ് കിട്ടുന്ന നേരം ഇപ്പം എടി അവിടെ കണ്ടുപിടിച്ചു കാണിച്ചു. ഗൈസ് ഇതാണ് കണ്ടോ, നിങ്ങൾക്കിപ്പോൾ കാണാമായിരിക്കാം. നമ്മളിതാ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ 2 പേപ്പേഴ്സ്. അപ്പം ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങോട്ട് പോകാം. കണ്ണൊക്കെ പൊത്തി പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ മരത്തെ കയറി എടുക്കുമോ എന്നുള്ളതാണ് എനിക്ക് പേടി. കയറി നോക്ക, നിനക്ക് കയറാൻ അറിയത്തില്ലേ? ബൈസ് അതിനൊരു മരം കയറിയാണ്. ഇല്ലല്ലോ അവിടെ ഒന്നും. ഇനി ഇറങ്ങിപ്പോരെ, അവിടെ ഒന്നും ഇല്ല. നമ്മൾ തുണി വിരിച്ചിടുന്ന സ്ഥലത്താ, മേളിലല്ല. ഇവിടെ തുണി വിരിച്ചിട്ടില്ലേ, അതിൻ്റെ ഒരു സൈഡിലായിട്ടാ. ഇറങ്ങ ഉണ്ണിക്കുട്ടൻ. ഇത് പറയരുത്. ഇത് മെയിൻ ക്ലൂ ഇല്ല. ഇത് മെയിൻ ഗിഫ്റ്റ് ആണ്. ഒരു ക്ലൂ ഇല്ല. ഒറ്റ ക്ലൂ പറഞ്ഞു. അതൊക്കെയാണോ മരം? ചെടിയാണോ മരം? കണ്ണന് കായാമ്പൂ. നോക്ക് നോക്ക്, ഇവിടെ നിന്നൊക്കെ നോക്ക്. അങ്ങ് ദൂരദർശിനിയിലൂടെ ഇങ്ങോട്ടൊക്കെ ചരിച്ചൊക്കെ നോക്ക്. വീടേക്ക് ശീതളേച്ചി എടുത്തിട്ടുണ്ട്. ശീതളേച്ചി എടുത്തില്ല, നിനക്ക് എത്തത്തില്ല. മെയിൻ ഗിഫ്റ്റ് അപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നു ഗായ്സ്. എടുക്കണേ. കൊടുക്കില്ല കൊടുക്കില്ല, ഇങ്ങിതാ ഞാൻ കൊടുക്കാം. ഇത് ഗൗരി ചേച്ചിയുടെ ആണ്. ഇത് മറ്റേത് ശീതളേച്ചിയുടെ. ബാ എടി, ഞങ്ങൾ നിനക്ക് തരുന്ന ഗിഫ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. എന്റെ ഗിഫ്റ്റ് എന്തിയെന്ന്. അപ്പൊ ഗൈസ് ശീതളേച്ചിയുടെ ഗിഫ്റ്റ് ഒന്ന് പുറമേ കാണിച്ചു കൊടുത്തേ. ഇതാണ് ഗൈസ് ശീതളേച്ചിയുടെ ഗിഫ്റ്റ്. എന്റെ ഗിഫ്റ്റ് ഇതാ. നിന്റെ അകത്ത് കുറെ ഉണ്ട് അല്ലേ? നിന്റെ അകത്ത് ഇല്ലേ? ഓ വേണ്ട, പൊട്ടിക്കല്ലേ, ചേച്ചിയും കൂടെ കൊടുക്കട്ടെ, എന്നിട്ട് പൊട്ടിക്കാം. അയ്യോടാ. ഇനി ആദ്യം ആരുടെ പൊട്ടിക്കണേ? അവിടെ പോയിരുന്നു പൊട്ടിക്കാം. ചലോ
ആദ്യം ആരുടെ പൊട്ടിച്ചോ? സ്റ്റിക്കറാ, അതൊക്കെ കുറച്ച് എടുക്കാം ഇനി. ആ അത് എടുക്കാൻ പറ്റില്ല ഇനി. പേപ്പർ ഇതെന്നാ പൊട്ടിച്ച് നോക്കട്ടെ. അയ്യോ, ആ സ്റ്റിക്കർ പൊളിച്ചിട്ട് കൊച്ചിന്റെ പാൻറ്റേ വെക്ക്. കാണത്തില്ലല്ലോ. ഇതെന്നെ പൊട്ടിക്കാൻ പറ്റും. എന്താ ഞാനേ പൊട്ടിച്ചു. പൊട്ടിക്കാൻ പറ്റും. എന്താ ഞാനേ പൊട്ടിച്ചു. ഒരെണ്ണം പൊട്ടിച്ചു. ഇതൊന്നും കളയരുത്, കളയാനല്ല തന്നെ. പിന്നെ ഗിഫ്റ്റ് ആര് പൊട്ടി? അതൊന്ന് വായിച്ചേ. അപ്പൊ ഒരു കത്താണ്. ഗൗരിയാണ്. ഈ ഒരു പിറന്നാൾ ഗംഭീരമായി മംഗളകരം. ഇങ്ങോട്ട് ഞാൻ വായിക്കാൻ ഇതൊന്നും പിടിച്ചേടി. ഒരു സ്റ്റിക്കറും കൂടെ കൊടുത്തു. അത് തിരിച്ചു വെക്ക്. പിന്നെ എടുക്കാം. എന്റെ സ്റ്റിക്കർ അവിടെ സ്റ്റിക്കറാണ്. ഞാൻ ഇത് വായിക്കാൻ. അതിനിത് കേക്ക്. ഞാൻ ഗൗരിയാണ്. ഈ ഒരു പിറന്നാൾ മംഗളകരമായി നടക്കട്ടെ. 8ാമത്തെ പിറന്നാളല്ലേ? അല്ലേ? ഇനിയും 3ാം ക്ലാസ്സിലേക്ക് കയറുകയല്ലേ? നല്ലതായി പഠിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നീ നമസ്കാരം ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ എൻ്റെ മതി കാണും. കണ്ടോ, ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച. പിന്നെ കൊച്ചിനൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് ഞാൻ. ഈ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഇതാണെയാണ്. ഇനി നോക്കും. അത് വേണ്ട, അത് പിന്നെ ചെയ്യാം. അത് പിന്നെ ചെയ്യാം. ചേച്ചി ചെയ്ത് തരാം. നോക്കാം. എന്തുവാ? ഫുള്ള് സ്റ്റിക്കേഴ്സിന്റെ മേലെ ആയിരിക്കും അതിന് വേണ്ടി. അയ്യോ, ഇനി നോക്ക്. അപ്പൊ ഗൈസ്, ഞാൻ ഇവിടെ ബ്രഷ് പെൻ വെച്ച്, ബ്ലാക്ക് ബ്രഷ് പെൻ വെച്ച് ലവ് യു എന്നൊക്കെ എഴുതി. പിന്നെ ഒരു സ്റ്റിക്കർ ചുമ്മാ സ്റ്റിക്കറൊക്കെ കൊടുത്ത്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ നൈനു, ഹാവ് എ നൈസ് ഡേ ബൈ കുഞ്ഞേച്ചി എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി തുറന്നു. കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. കണ്ണ് ഞാനിത് പൊട്ടിച്ചോളാം. ഇവിടുന്ന് കീറി. ഇത് ശീതളേച്ചി ഇവിടെ അടുത്തിരിക്കണം. ശീതളേച്ചിയുടെ പൊട്ടിക്കുമ്പോ അങ്ങോട്ട് വീട് കണ്ടോ കീറി. ഇനി വായിക്ക്. കുറേ സ്റ്റിക്കറിന്റെ വേണം ഇന്ന്. വായിക്ക്. ഇംഗ്ലീഷ്. ഹാപ്പി ബർത്ത്ഡേ 8th year old, ഷീ ഈസ് വെരി ബോൾഡ് എന്നൊക്കെ ചുമ്മാ. ഇനി ശീതളേച്ചിയുടെ ഗിഫ്റ്റ് പൊട്ടിച്ചോ. ഇത് ഇട്ടിട്ടുണ്ട്. അങ്ങനല്ലടാ അത് പൊട്ടിക്കണ്ട. മണ്ടേന്ന് പൊട്ടിക്കോ. സ്റ്റിക്കർ വെച്ചിട്ടുള്ള അതും ലെറ്ററാന്ന് തോന്നുന്നു. ആണോ? കണ്ടോ, സ്റ്റിക്കറിന്റെ മേളയാ. എന്ത് മുട്ടായും കൂടെ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ നൈനി കുട്ടി, ഹാവ് എ നൈസ് ഡേ. കാണിച്ചേടാ ഇങ്ങോട്ട്. അതിൻ്റെ കൂടെ ഒരു മുട്ടായും കൂടി ഇരിക്കണ്ടേ? അത് ഉണ്ണിക്കുണ്ണും കൂടെ ഷെയർ ചെയ്ത് കഴിക്കണം. ഇപ്പം അത് കളയണ്ട. അവിടെ വെച്ച് അടുത്ത് നോക്കാം. അത് കാണിക്ക്. അപ്പൊ ഗൈസ്, വേറെ സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. കണ്ടോളൂ. കണ്ടാ, ഇത് ശീതൾ കൊടുത്താണ്. കുറെ സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് സ്റ്റിക്കറിന്റെ മേളാണ്. ഇനിയുണ്ട്. ഇതുണ്ട് സ്റ്റിക്കർ. തലതിരിച്ചേക്കാതെ. ഇത് നൈനു ആണ്. രണ്ടും ഇതേണ്ട് സ്റ്റിക്കർ. തീർന്നില്ലേ? തീർന്നില്ല. വേണ്ട, തീർന്നു ഇല്ലടി.
പുറമൊന്ന് കാണിച്ചേ. പുറത്തും കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെ നിനക്ക് എടുക്കത്തില്ലേ? നീ അവിടെ വെച്ചേക്ക്, ഞാൻ എടുത്തോളാം. ചേച്ചെടുത്ത ഒട്ടിച്ചേട്ടോ. നമുക്ക് ഇത് പറയണം. വാ വാ പറഞ്ഞിട്ട് വാ വാ. അപ്പോൾ എല്ലാം തീർന്നിരിക്കുന്നു. സ്റ്റിക്കർ എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ ഒരു പാർട്ട് 1 എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൻ ഞെക്കി പൊട്ടിക്കണം. പിന്നെ ഒരു വീഡിയോ കാണാം. പാർട്ട് 2 കാണാം.